ചേട്ടൻ്റെ പേരെന്ത് പേര്? രാഹുൽ. ചേട്ടൻ്റെ പേര്? ജിതേഷ്. പേരെന്ത് പേര്? നമ്മുടെ നാട്ടിൽ പുലി കളിക്കാൻ വന്ന തൃശ്ശൂരിൽ നിന്നുള്ള പ്രിയപ്പെട്ടവരാണ്. ഇത് എന്ത് തരം പെയിൻ്റാണ് ചേട്ടാ യൂസ് ചെയ്യുന്നത്? ചേട്ടാ പേരെങ്ങനെയായിരുന്നു? പേരെന്ത് കൂടി പറഞ്ഞു? എന്തോ? ഇത് എന്ത് കളറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ഇത് പെയിൻ്റ് ആണോ അതോ? പെയിൻ്റ് നമ്മൾ പക്ഷേ പെയിൻറ്റിൻ്റെ ഏകദേശം രൂപത്തിലാണ് നിൽക്കുന്നത്. കാരണം വാർണിഷും അതുപോലെ തന്നെ ഏഷ്യൻ്റെ വാർണിഷ് ടർപ്പൻ്റെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ മുമ്പ് ചെയ്തതേ അത് പോയി ഡിലീറ്റ് ആയിപ്പോയി. അത് തന്നെ ഇതായിപ്പോയി. അപ്പോൾ ഒന്നുകൂടി ഒന്ന് പറയണേ ഇതിൻ്റെ എന്ത് പെയിൻ്റ് ആണെന്നൊന്ന് പറഞ്ഞാൽ ഇത് വരയ്ക്കാൻ ഉപയോഗിക്കുന്നു. ഒന്നുകൂടി പറഞ്ഞു. ഗോറില്ല പൗഡർ. ഇത് എത്ര മണിക്കൂർ നമുക്ക് ശരീരത്തിൽ തേക്കാൻ പറ്റും? നമുക്കൊരു 5-6 മണിക്കൂറിനുള്ളിൽ റിമൂവ് ചെയ്യണമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാണ്, ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുണ്ടാകും. ഓ ശരി ശരി. ഇതെങ്ങനെ റിമൂവ് ചെയ്യാൻ എന്താ ഉപയോഗിക്കുന്നത്? ഡീസലാണ് ഉപയോഗിക്കുന്നത്. ഡീസൽ. ചേട്ടൻ്റെ പേരെന്ത് വരുന്നു? ജിതേഷ്. എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? ഞാൻ 15 വർഷത്തിൽ കൂടുതലായിട്ട് ഈ മേഖലയിലുണ്ട്. 15 വർഷത്തിൽ കൂടുതൽ. തൃശ്ശൂരത്തെ പുലിക്കളി, തൃശ്ശൂരിലെ പ്രധാനപ്പെട്ട ആർട്ടിസ്റ്റുകളിൽ എൻ്റെ പേരും ഉണ്ട്, വരാറുണ്ട്. ഓ ശരി ശരി. അവിടുത്തെ പ്രധാനപ്പെട്ട ഏതൊക്കെ ഗ്രൂപ്പിൻ്റെ കൂടെയാണ്? ഇപ്പോൾ നമ്മൾ വിയൂരായാലും അയ്യന്തോള്, കോട്ടപ്പുറം, മൈലിപ്പാടം, അതുപോലെ തന്നെ കാനാട്ടുകര, പിന്നെ തൃക്കുമാരപുരം, മൈലിപ്പാടം, സീതാറാം വില്ല്. ഇപ്പം ഞാൻ സീതാറാം വില്ല് 2ാമത്തെ വർഷമാണ് വരച്ചുകൊണ്ടിരിക്കുന്നത്. ഈ വർഷവും സീതാറാം വില്ലാണ് വരയ്ക്കുന്നത്. അങ്ങനെ ഒരുവിധം എല്ലാ ടീമിനും വേണ്ടി വരച്ചിട്ടുണ്ട്. അതും കിട്ടിയില്ലെങ്കിൽ നേരെ കോട്ടയം വണ്ടി കയറുക, ചങ്ങനാശ്ശേരി ഇറങ്ങുക, അല്ലെങ്കിൽ കോട്ടയത്ത് നിന്നാണ് ട്രെയിൻ കയറുക. അടുത്ത് ചെങ്ങന്നൂരും തിരുവല്ല. ഫേസ് പിടിക്കുന്ന ചേട്ടൻ്റെ പേരെങ്ങനെയായിരുന്നു? ഷിജു. എവിടാ സ്ഥലം? തൃശ്ശൂർ ആമ്പല്ലി. എത്ര വർഷമായിട്ട് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട്? 5-8 വർഷം. ഏതൊക്കെ ടീമിൻ്റെ കൂടെ ഇപ്പോൾ ഇത് വർക്ക് ചെയ്തിട്ടുണ്ട്? കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണക്കളിക്ക് 10 കൊടുക്കും കളിയിൽ. ഓരോ ദിവസങ്ങളും മാറി മാറി ഉണ്ടാവും. ശരി ശരി. പറയാ ഇടക്കോ അല്ലെങ്കിൽ സിനിമ ഇല്ല. 19-ാം തീയതി വേറെ തിയേറ്റർ ഉണ്ടാവോ? ചോറിക്കില്ലേ? പറയുന്നുണ്ടാവാൻ അവിടെ
പുലികളിയല്ല, ഞങ്ങൾക്ക് വേറെ കോളേജിൽ പരിപാടി. നിങ്ങൾ കോളേജ് പരിപാടി സാധാ പുലി അമ്മ കഴിക്കാൻ നടക്കും. ഉൾപ്പെടുന്ന ടൈപ്പ് പുലി അതാ മൊത്തം ഞങ്ങൾ പോയ വേടനും പുലിയൊക്കെ വടക്കുണ്ടാക്കി. പുലികളിക്കാരന്മാരൊന്നും വർത്താനം പറഞ്ഞില്ല. പുലി കളിക്കാൻ വന്നപ്പോൾ അടുത്തടുത്ത് കൂട്ടുകാരാ അന്നാരങ്ങ് വർത്താനം പുള്ളി ചൂടായി. പള്ളിയോടങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ദയവായി ഇടപ്പാവൂർ പേരൂർ പള്ളിയോടക്കടവിൽ എത്തിച്ചേരേണ്ടതാണ്. ദയവായി ശ്രദ്ധിക്കുക. എല്ലാ പള്ളിയോടങ്ങളും ഇടപ്പാവൂർ പേരൂർ പള്ളിയോടക്കടവിലാണ് എത്തിക്കേണ്ടത്. എടപ്പാവൂർ പള്ളിയോടം. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. പള്ളിയോടങ്ങളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ഈ വർഷത്തെ ബി ബാച്ച് പള്ളിയോടങ്ങളുടെ ഹീറ്റ്സ് ഒന്നാം ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ കോറ്റാത്തൂർ, രണ്ടാം ട്രാക്കിൽ ഇടക്കുളം. ബി ബാച്ച് പള്ളിയോടങ്ങളുടെ രണ്ടാം ട്രാക്കിൽ രണ്ടാം ഹീറ്റ്സിൽ ഒന്നാം ട്രാക്കിൽ ഇടപ്പാവൂർ, രണ്ടാം ട്രാക്കിൽ പുല്ലൂപ്പുറം, മൂന്നാം ട്രാക്കിൽ കീക്കഴൂർ വയലപ്പുഴ. എ ബാച്ച് പള്ളിയോടങ്ങളുടെ 2 ബാച്ചാണ്. ആദ്യ ബാച്ചിൽ ഒന്നാം ട്രാക്കിൽ ഇടപ്പാവൂർ പേരൂർ KR സന്തോഷ് അവരുകൾ, ബഹുമാനപ്പെട്ട പത്തനംതിട്ട MP ശ്രീ ആന്റോ ആന്റണി അവരുകൾ, ബഹുമാനായ റാന്നി MLA ശ്രീ പ്രമോദ് നാരായണൻ അവരുകൾ, പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജോർജ് എബ്രഹാം സർ അവരുകൾ, ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മറ്റ് ബഹുമാനായ സംഘാടക സമിതിയുടെ ചെയർമാൻ ശ്രീ PV അനോജ് കുമാർ, വർക്കിംഗ് ചെയർമാൻ ശ്രീ രാജീവ് പിയ, വേദിയിൽ സംസാരിക്കുന്ന ബഹുമാനരെ സംഘടിപ്പിച്ച് വരികയുമാണ് ചെയ്യുന്നത്. ഇന്ന് ഈ ജലമേള ഇവിടെ സംഘടിപ്പിക്കുമ്പോൾ ഈ ഇടപ്പാവൂരും കീക്കഴൂരും ചേർന്നാണ് ഈ ജലമേള സംഘടിപ്പിക്കുന്നത് എന്നതാണ് ഇതിന്റെ പ്രത്യേകത. തിരുനെൽമാല പോലെയുള്ള പ്രാചീന ഗ്രന്ഥങ്ങളിൽ ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീഴ്ക്കെയുള്ള പുറംചേരിയിൽ നടത്തപ്പെടുന്ന ഒരു ജലമേളയാണ് പേരൂർച്ചാൽ ജലമേള.
നമുക്കറിയാം ഉത്തരകാശി ശ്രീ പ്രമോദ് നാരായൺ MLA അവர்கள் ഈ യോഗത്തിൽ എത്തിച്ചേർന്ന ഈ ജലമേളയുടെ ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ശ്രീ പ്രമോദ് നാരായൺ അവരുടെ ആദരപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതേപോലെ നിൽക്കുകയും അതിന്റെ കൺവീനറായി പ്രവർത്തിക്കുകയും ഈ ജലമേളയ്ക്ക് എന്നും പ്രചോദനമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന അയിരൂർ ഗ്രാമപഞ്ചായത്തിന്റെ 8ാം വാർഡിനെ പ്രതിദാനം ചെയ്യുന്ന ശ്രീമതി അനുരാധ ശ്രീജിത്ത് അവരുടെ ഈ യോഗത്തിലേക്ക് ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ശ്രീ ഉണ്ണി പ്ലാച്ചേരി അവர்களാണ്. അദ്ദേഹം ഈ യോഗത്തിൽ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഇടപ്പാവൂർ കീഴടൂർ പൗരസമിതിയുടെ സംഘാടക സമിതിയുമായി ബന്ധപ്പെട്ട വൈസ് ചെയർമാനായി പ്രവർത്തിക്കുന്നു. കൂടാതെ പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് ഒക്കെ അനുവദിക്കുന്ന കാര്യത്തിൽ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തില് സമ്മർദ്ദം ചെലുത്തുകയും അതിന്റെ ഫലമായി സ്ഥിരമായി പള്ളിയോടങ്ങൾക്ക് ഈ കോയിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തില് ഉൾപ്പെട്ട പള്ളിയോടങ്ങൾക്ക് ഗ്രാന്റ് ലഭ്യമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുകയും അനുവദിപ്പിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ഇടപ്പാവൂർ കീഴടൂർ പൗരസമിതി പേരിൽ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അതേപോലെ തന്നെ ഈ യോഗത്തിൽ എത്തിച്ചേർന്നിരിക്കുന്ന ശ്രീ അജയ് ഗോപിനാഥ് ഈ വർഷത്തെ പേരൂർച്ചാൽ ജലമേളയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട ഈ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പത്തനംതിട്ടയുടെ സമാരാധ്യനായ പാർലമെന്റ് അംഗം ശ്രീ ആന്റണി അവറുകൾ, റാന്നിയുടെ പ്രിയങ്കരനായ MLA ശ്രീ പ്രമോദ് നാരായണൻ അവറുകൾ, ജില്ലാ പഞ്ചായത്തിൻ്റെ ബഹുമാനനായ പ്രസിഡന്റ്, ഈ സംഘാടക സമിതിയുടെ രക്ഷാധികാരി കൂടിയായ ശ്രീ ജോർജ് എബ്രഹാം, സമയത്തിന്റെ പരിമിതി മൂലം വേദിയിൽ ഉപേക്ഷിതരായിരിക്കുന്ന എല്ലാവരുടെയും പേര് പരാമർശിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ക്ഷണം സ്വീകരിച്ചോടെ എത്തിയിരിക്കുന്ന അയിരൂർ ഗ്രാമപഞ്ചായത്ത് പള്ളിയോട കരകളിൽ നിന്ന് എത്തിയിരിക്കുന്ന പള്ളിയോട പ്രതിനിധികള്, പള്ളിയോട സേവാ സംഘത്തിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങള്, തൊഴിൽക്കാര്, ഈ മത്സരം കാണുവാനായി ഇവിടെ എത്തിക്കുക. പള്ളിയോടം ജലഘോഷയാത്ര ഫ്ലാഗ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമേ പള്ളിയോടങ്ങൾ തങ്ങളുടെ സ്ഥാനങ്ങളിൽ നിന്ന് തുഴയെറിയാവൂ എന്നുള്ള റേസ് കമ്മിറ്റിയുടെ തീരുമാനം ഇത്തരത്തിൽ അറിയിക്കുകയാണ്. ഈ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി പത്തനംതിട്ടയുടെ സമാദരണീയനായ MP ശ്രീ ആന്റണിയെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് അടിവരയിരുന്നു. കിട്ടിയോ? വീഡിയോ എടുത്തിട്ടുണ്ടോ? കിട്ടുമോ? വരാൻ ഈ സബ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെയും പേരെടുത്ത് പറഞ്ഞ് അവരെ അനുമോദിക്കേണ്ടതുണ്ട്. അവരുടെ കഴിഞ്ഞ 2-3 ദിവസങ്ങളിലായിട്ടുള്ള അവരുടെ അക്ഷീണമായ പ്രയത്നത്തിന്റെ ഫലമാണ് ഈ ജലമേള ഈ രീതിയിൽ പോകുന്നത്. അവരെയൊക്കെയും ഞാൻ ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നത് വളരെ അവരോട് ചെയ്യുന്ന ഒരു പാതകമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് എല്ലാവരുടെയും പേര് പരാമർശിച്ചുകൊണ്ട് എല്ലാവരെയും ഞാൻ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ശ്രീ ജോസ് കുമാർ, ശ്രീ ഫിലിപ്പ് മാത്യു, ശ്രീ സുമേഷ് ഗോപിനാഥ്, ശ്രീമതി അനുരാധ ശ്രീജിത്ത്, ശ്രീ അനിൽകുമാർ TK, ശ്രീ അനിൽകുമാർ G, ശ്രീ അനിൽകുമാർ KS, ശ്രീ ഹരികൃഷ്ണൻ, ശ്രീ സഞ്ജീവ് കുമാർ കുര്യന്നൂർ, ശ്രീ അജയ് ഗോപിനാഥ്, ശ്രീ ചന്ദ്രശേഖരൻ TN, ശ്രീ രാഹുൽ ആർപിള്ള, ശ്രീ ലിജിത് കുമാർ, ശ്രീ സുരേഷ് MT, ശ്രീ പ്രശാന്ത് MS, ശ്രീ സുരേഷ് കുമാർ കൊന്നക്കൽ, ശ്രീ ശ്രീജിത്ത്, ശ്രീ ബിജു മാടത്തേത്ത്, ശ്രീ സരിത് കുമാർ, ശ്രീ അജികുമാർ വളക്കനത്ത്, ശ്രീ PK ചന്ദ്രശേഖരൻ നായർ, ശ്രീ ശ്യാംകുമാർ ആലിക്കുമംഗലായിൽ, ശ്രീ ദിലീപ് CS, ശ്രീ പ്രകാശ്, ശ്രീ രാധാകൃഷ്ണൻ, ശ്രീ സുജീഷ് P നായർ, ശ്രീ വിദ്യാധരൻ അമ്പലാത്ത്, ശ്രീ ചന്ദ്രശേഖരൻ, ശ്രീ PG ശ്രീകുമാർ, ശ്രീ മധുസൂദനൻ നായർ, ശ്രീ ശിവദാസൻ നായർ, ശ്രീ CK പ്രകാശ്, ശ്രീ ബൈജു K നായർ തോട്ടുപുറത്ത്, ശ്രീ സതീഷ് കുമാർ ആയിക്കൽ, ശ്രീ സന്തോഷ് പത്മനാഭൻ മാടോലിൽ
കൂടാതെ ഈ ജലമേളയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റിൽ വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി വരവൂർ പൗരസമിതി എന്ന പേരിൽ ഒരു സംഘടന രൂപീകരിച്ച് ഇതുമായി വളരെ നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ആ വരവൂർ